ഏയ് ഗായ്സ്, ഞാനിപ്പോൾ സിംഗപ്പൂരാണ്. സിംഗപ്പൂർ ഞാൻ വന്നിട്ട് 3 മാസം ആയതേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു വർഷം ആയ പോലെ ഉണ്ട് ഫീൽ ചെയ്യണം. നമ്മൾ നാടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് ഒറ്റക്കൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. ഒരു സിനിമയിൽ ബേസിൽ ജോസഫ് പറയണില്ലേ, അത് ഭയങ്കര കറക്റ്റ് ആണ് ട്ടാ. പിന്നെ നമുക്ക് കിട്ടുന്ന കമ്പനി പോലെയൊക്കെ ഇരിക്കോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ. ആരെങ്കിലും ഒക്കെ നല്ല ഫ്രണ്ട്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങനെ പോകാൻ പറ്റും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 3 മാസം കൊണ്ട് അത്യാവശ്യം കറങ്ങാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും സ്ഥലത്ത് ഞാൻ പോയി കഴിഞ്ഞ് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമുള്ളൂ എനിക്ക് പോകാൻ വേണ്ടി. സിംഗപ്പൂർ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യം ഉണ്ടാ. നമ്മുടെ നമ്മുടെ എറണാകുളം ഇല്ലേ, അത്ര ഉണ്ടാവുള്ളത്. സംഭവം ഇവന്മാര് ചെറിയ രാജ്യക്കാരാണെങ്കിലും ഭയങ്കര സെറ്റപ്പാണ് ഗൈസ്. ഫുള്ളി ഡെവലപ്ഡ് ആണ് ഇവിടെ ഇല്ലാത്ത ഒരു സാധനം ഇല്ല ഗൈസ്. എല്ലായിട്ടും നമുക്കിവിടെ കിട്ടോട്ടാ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കംപ്ലീറ്റ് ഇവിടെ കിട്ടും. യൂട്യൂബിൽ ഞാൻ കുറെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂർ എന്ന് പറയുന്നത് മലയാളികൾക്ക് താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്ന്. അങ്ങനെയൊന്നും ഇല്ലട്ടാ, മലയാളികൾക്ക് താമസിക്കാം, പക്ഷെ സേവിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ട്ടാ. പൈസ ഉണ്ടാക്കാൻ എപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ തന്നെ നല്ലത്.